Hi all, good evening and welcome to PsyQuesta. എന്നെ കണ്ട് പരിചയമുള്ളവരോ എന്നെ അറിയുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ഉണ്ടോ ആരെങ്കിലും? പുതുമുഖമാണോ? ഫസ്റ്റ് ഇയേഴ്സ് ആണ്, മിക്കവാറും ഒരു പുതുമുഖം തന്നെ ആയിരിക്കും. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് അഫ്ന അബ്ദുൽ നാഫി എന്നാണ്. ഞാനൊരു കൺസൾട്ടന്റ് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്. കോഴിക്കോട് പുറക്കാട്ടി അഫാസ് വെൽനസ് എന്ന് പറഞ്ഞ് സ്വന്തമായ ഒരു ക്ലിനിക്ക് നടത്തി വരികയാണ്. 6 വർഷമായിട്ട് ഞാൻ സൈക്കോളജി ഫീൽഡിലുണ്ട്. മെയിനായിട്ടും സൈക്കോളജി സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഡിഗ്രി ആൻഡ് PG. എൻഡോസ് ടു ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ് എൻ്റെ കോഴ്സിന്റെ, ഞാൻ കൊടുക്കുന്ന കോഴ്സിന്റെ പേര്. എൻഡോസ് ടു ഔട്ട്സ്റ്റാൻഡിങ് സ്കോറിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ്. എല്ലാരെയും ഔട്ട്സ്റ്റാൻഡിങ് സ്കോറിലേക്ക് എത്തിക്കുക എന്നല്ല കേട്ടോ. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഒട്ടും പാസ്സാവൂല, നിങ്ങൾ പൊട്ടൊന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ നിങ്ങളെ പാസ്സാക്കി തന്നിരിക്കും. നിങ്ങൾ ഏകദേശം തട്ടിമുട്ടി പാസ്സാവും എന്നുള്ള കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ നല്ല സ്കോറിൽ പാസ്സാക്കി തന്നിരിക്കും. ഒരു എബോവ് ആവറേജ് സ്കോർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കും. അപ്പൊ അതെങ്ങനെയാണെന്നല്ലേ? യെസ്, ഞാൻ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് ഫോർ ബോത്ത് ഡിഗ്രി ആൻഡ് PG. നിങ്ങൾക്ക് സൈക്കോസ്റ്റയുടെ പേജിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. കഴിഞ്ഞ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക്, 8th റാങ്കും 10th റാങ്കും ഒക്കെ സൈക്കോസ്റ്റയിലാണ്. ഓൾസോ MSCക്കും നമുക്ക് റാങ്ക് ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട്, ഈവൻ CUETക്ക് ഒക്കെ ഉണ്ട്. എൻ്റെ ക്ലാസ്സിൽ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്, ഇപ്പം പ്രാക്ടീസിങ് സൈക്കോളജിസ്റ്റൂടെ ആയതുകൊണ്ട് നമ്മളൊരു പ്രാക്ടീസിങ് രീതിയിൽ ഈ സൈക്കോളജി നിങ്ങൾ ഇങ്ങനെ തിയറി പഠിക്കുന്നുണ്ടെങ്കിലും ഈ തിയറി ഒന്നും അല്ല കേട്ടോ നമ്മൾ അപ്ലൈ ചെയ്യുക. നമ്മൾ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ മാത്രമാണ് എങ്ങനെയാണ് ഇപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഓപ്പറന്റ് കണ്ടീഷനിങ്ങും ഒക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഇല്ലേ? ക്ലാസിക്കൽ ഓപ്പറന്റ് ഒക്കെ ഇതെങ്ങനെയാണ് ആപ്ലിക്കേഷൻ എന്നും കൂടെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇത് കാരണം എങ്ങനെയാണ് ഒരാൾക്കൊരു, ഇപ്പൊ ബിഹേവിയറിസ്റ്റുകൾ പറയുന്നുണ്ട്, ഇപ്പം നമ്മള് ഛർദിക്കൂലേ, വണ്ടിയിലൊക്കെ പോയാൽ ചില ആളുകൾ ഛർദിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു കണ്ടീഷനിങ് ആണ്. എപ്പോഴോ ഒന്ന് വയറ്റിനെന്തോ പറ്റാത്ത ഫുഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വയറ്റിന് എന്തെങ്കിലും പറ്റാത്ത ഫുഡ് കഴിച്ച് നിങ്ങൾ വണ്ടിയിൽ കയറിയിട്ടുണ്ടാവും. അന്ന് നിങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി കുലുങ്ങുന്ന സമയത്ത് ഛർദിച്ചിട്ടുണ്ടാവും. അവിടെ കണ്ടീഷൻഡ് ആയി പോകുന്നതാണ്. പിന്നെ ബസ്സിലോ വേറെ ഏതെങ്കിലും വാഹനം, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു AC-യുടെ സ്മെല്ല് നിങ്ങൾക്ക് പറ്റാതിരിക്കുമ്പോൾ നിങ്ങൾ ഛർദിച്ചിട്ടുണ്ടാവും. അവിടെ കണ്ടീഷൻ ആവാണ്, നിങ്ങളുടെ മൈൻഡ് കണ്ടീഷൻ ആവാണ്. എന്താണ്? ഇനി ഈ വണ്ടിയിൽ കയറിയാൽ ഛർദിച്ചിരിക്കും എന്നുള്ള രീതിയിൽ. ഇങ്ങനെ ഓരോ രീതിയിലും ആപ്ലിക്കേഷൻ ലെവലിൽ പഠിച്ചാൽ മാത്രമാണ്. അല്ലാതെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന് പാവലോടെ പട്ടിയും ഓപ്പറന്റ് കണ്ടീഷനിൽ സ്കിന്നറിന്റെ എലിയും ഒന്നും നമുക്ക് പ്രാക്ടീസിങ് ആയിരിക്കുമ്പോൾ ആവശ്യമില്ല. അത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ലെവലിലേക്ക് വേണ്ട രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോ ഏതൊക്കെ കോളേജിലെ കുട്ടികളുണ്ട്? ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ടാട്ടോ ക്ലാസ് എടുക്കാം. ഏതൊക്കെ കോളേജിലെ കുട്ടികളുണ്ട് ജസ്റ്റ് ഒന്ന് പറയാമോ? ആൻഡ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ടും നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്യുന്നത്. എങ്ങനെയൊക്കെയാണ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യേണ്ടത്, എത്ര മാർക്കിന് എത്ര എഴുതണം, അങ്ങനെ നിങ്ങൾക്ക് ഒത്തിരിയുള്ള ഡൗട്ട്സ് ആണ് ഇന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. സോ ലിങ്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. യു ക്യാൻ ഷെയർ ദ ലിങ്ക് ടു യുവർ ക്ലാസ് ഗ്രൂപ്പ്സ്. ഓക്കെ, ഏതൊക്കെ കോളേജിലെ കുട്ടികളുണ്ട്? ഇന്നുണ്ട്. ഏതൊക്കെ കോളേജിലെ സ്റ്റുഡൻസ് ആണുള്ളത്? കേൾക്കാവോ എന്നെ? എനിബഡി? JDT-കാരുണ്ട്. വേറെ? ഡോൺ ബോസ്കോ ഉണ്ട്. ഡോൺ ബോസ്കോ, മർക്കസ്. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ 54 കോളേജിലാണ് സൈക്കോളജി ഉള്ളത്. 49-50 കോളേജിൽ എനിക്ക് സ്റ്റുഡൻസ് ഉണ്ട്. സോ നമ്മുടെ ക്ലാസ്സസ് അവിടേക്ക് ലിങ്ക് അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവുന്നത്. മാക്സിമം നിങ്ങൾ ലിങ്ക് ഷെയർ ചെയ്യുക കേട്ടോ. കാരണം ലാസ്റ്റ് മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് വെയിറ്റേജ് സിസ്റ്റം അല്ലെങ്കിൽ മാർക്സ് ഒന്ന് പരിചയപ്പെടുത്തി തരാം എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ടോട്ടൽ 60 മാർക്സിലാണ്
എക്സാം വരാം. 60 മാർക്കിലാണ് എക്സാം വരാം. 3 സെക്ഷൻ ആയിട്ടാണ് വരാം. സെക്ഷൻ എ ഷോർട്ട് ആൻസേഴ്സും, സെക്ഷൻ ബി ഷോർട്ട് എസ്സേസും, സെക്ഷൻ സി എസ്സേസുമായിട്ടാണ് വരാം. ഒന്നുകൂടി പറയാണ്, സെഷൻ എ ഷോർട്ട് ആൻസേഴ്സ് ആണ്. ഷോർട്ട് ആൻസേഴ്സ് എന്ന് പറഞ്ഞാല് 2 മാർക്കിന്റെ ആൻസേഴ്സ് ആണ്. അതില് മൊത്തം ഒരു 12 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യണം. 2 മാർക്കാണ് ഉണ്ടാവുക. പണ്ട് സീലിംഗ് സിസ്റ്റം ഉണ്ടാവുന്ന സമയത്ത് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ സീലിംഗ് ഒക്കെ എടുത്ത് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ 2 മാർക്കിന്റെ 12 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സീലിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ 8 ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണേ, സീലിംഗ് സിസ്റ്റം ഉള്ളപ്പം നിങ്ങൾക്ക് 12ല് 12ഉം എഴുതാം. അപ്പൊ സീലിംഗ് ഉള്ളപ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 12ഉം എഴുതാം. ചിലപ്പോൾ ഒന്നിലും ആൻസർ കൂടുതൽ എഴുതാം, രണ്ടാമത്തേൽ കുറഞ്ഞതായാലും മൊത്തം നോക്കിയിട്ടാണ് അവർ 20 മാർക്ക് ഇടാം. സീലിംഗ് ഇല്ലാത്ത പക്ഷം 12 എണ്ണത്തിൽ 8 എണ്ണമാണ് നിങ്ങൾക്ക് എഴുതാൻ വരാം. 8 ആൻസേഴ്സ്. സോ ഈ 8 ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഈ 8 ആൻസേഴ്സ് പെർഫെക്റ്റ് ആയിട്ട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഫുൾ മാർക്സ് കിട്ടത്തുള്ളൂ. അപ്പം 2 മാർക്സിന് എത്ര പോയിന്റ്സ് എഴുതണം എന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു 5 to 6 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എഴുതണം. 5 പോയിന്റ്സ് എങ്കിലും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ചില ആൻസേഴ്സ് ഒന്നും 5 പോയിന്റ്സ് ഉണ്ടാവത്തില്ല. അപ്പം ഇൻട്രഡക്ഷൻ കൊടുത്തിട്ട് പോയിന്റ്സിലേക്ക് എഴുതാൻ വേണ്ടി ശ്രമിക്കാം. പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ 2 മാർക്സിന്റെ 12 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 8 ക്വസ്റ്റ്യൻ ആണ് എഴുതുന്നത്. ഒരു 4 to 5 പോയിന്റ്സ് ആണ് മാക്സിമം ആയിട്ട് പറയുന്നത്. ഒരു ഹാഫ് എ സൈഡ് വരെയൊക്കെ എഴുതണം. ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നുണ്ടാവും 1 or 2 സെന്റൻസസ്. അത് മാനിക്കേണ്ട. 1 or 2 സെന്റൻസസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഹാഫ് എ സൈഡ് എങ്കിലും എഴുതണം. എന്നാൽ മാത്രമാണ് സീലിംഗ് ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 2 മാർക്സ് കിട്ടുക. പിന്നെ രണ്ടാമത് വരുന്നത് സെക്ഷൻ ബി ആണ്. അത് ഓഫ് കോഴ്സ് ടൈം മാനേജ്മെന്റ് പറയും, എല്ലാം പറയൂ കേട്ടോ. ടൈം മാനേജ്മെന്റ് ഒക്കെ പറയും. എനിക്ക് ഇത്ര മാത്രം നിങ്ങളോട് പറയില്ല. ഇപ്പോഴും നമ്മുടെ ക്ലാസ്സോ ലിങ്കോ കാര്യങ്ങളോ ഒന്നും മറ്റു ഗ്രൂപ്പ്സിലേക്ക് എത്തിയിട്ടില്ല. ഐ വാസ് ലിറ്റിൽ ബിറ്റ് ലേറ്റ്. കാരണം ഞാൻ നിങ്ങളുടെ ഏപ്രിലായിരുന്നു, ഞാൻ നിങ്ങളുടെ സീനിയേഴ്സിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു. പിന്നെ MSc കാരുടെ എക്സാമിന്റെ തിരക്കിലായിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു ഏപ്രിലായിരുന്നു. നിങ്ങളെ ഡേറ്റ് മാറ്റി ഏപ്രിലേക്കായിരുന്നല്ലോ ഇട്ടത്. അപ്പൊ ഞാൻ ഏപ്രിലാണെന്ന് വിചാരിച്ച് മാർച്ചിൽ ക്ലാസ് തുടങ്ങാം എന്നുള്ള രീതിയിൽ നിന്നാണ്. പെട്ടെന്നാണ് പറയുന്നത് ക്ലാസ് സമയം, എക്സാം സമയം മാറ്റിയിട്ടുണ്ട്. അപ്പോ സെക്ഷൻ ബി എന്ന് പറയുന്നത് 5 മാർക്സിനാണ്. 5 മാർക്സിന് എന്ന് പറയുമ്പോൾ ഹാഫ് എ സൈഡ്, അതായത് ഒരു സൈഡില്ലേ, ഒരു പേജിന്റെ സൈഡ്, ഹാഫ് സൈഡ്, ഒരു സൈഡെങ്കിലും നിങ്ങൾ എഴുതണം. 1.5 സൈഡ് മാക്സിമം ആണ്. 1.5 സൈഡ്, ഒരു സൈഡ് എഴുതിയാൽ മതി കേട്ടോ. 1.5 സൈഡ് മാക്സിമം ആണ്. അതിൽ തന്നെ ഇൻട്രഡക്ഷൻ വേണം, സൈഡ് ഹെഡിങ്സ് ഒക്കെ. എത്ര സൈഡ് ഹെഡിങ്സ് ഉണ്ടാവും? ഒരു സൈഡ് ഹെഡിങ്സും നിങ്ങൾ മിസ് ചെയ്യാൻ വേണ്ടി പാടില്ല ഒക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഒരു 7 ക്വസ്റ്റ്യൻസ് ആണ് വരാ. അത് ഐ തിങ്ക് 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അല്ലെങ്കിൽ 5 ക്വസ്റ്റ്യൻ, 4 ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യേണ്ടി വരിക. സീലിംഗ് ഇല്ലാത്ത പക്ഷം 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടി വരും. 2 എസ്സേസ് ആണ് വരിക. എസ്സേക്ക് 5 സൈഡ്സ് ആണ് മാക്സിമം. 5 സൈഡ് വേണം മാക്സിമം. മിനിമം ഒരു 4 സൈഡെങ്കിലും എഴുതണം. എന്നാലേ 10 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പൊ 2 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ്. അപ്പൊ എത്രയായി? 16 മാർക്സ്. പിന്നെ നമ്മുടെ 5 മാർക്കിന്റെ 5 ക്വസ്റ്റ്യൻസ്, 10 മാർക്കിന്റെ 1 ക്വസ്റ്റ്യൻസ്. ഈ രീതിയിലാണ് വരിക. സീലിംഗ് ഇല്ലാത്തതിനെ കൊണ്ട് കറക്റ്റ് എനിക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീലിംഗ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും ഈ ഒരു രീതിയിൽ തന്നെയാണ് വരിക. അപ്പൊ 2 മാർക്കിന് ഒരു 5 പോയിന്റ്സ്, 5 മാർക്കിന് 1.5 സൈഡ്. 1.5 സൈഡ് ആണ്. 1 സൈഡ് ടു 1.5 സൈഡ്. ഒരു പേപ്പറിന്റെ 1 സൈഡ് ടു 1.5 സൈഡ്. എസ്സേ 4 to 5 സൈഡ്സ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ യെസ് പറയണേ. നിങ്ങൾ സൈക്വസ്റ്റയുടെ ഫ്രീ ക്ലാസ് ഒക്കെ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സീലിംഗ് ഒഴിവാക്കി ഉറപ്പാണ്. കാരണം നിങ്ങളുടെ സീനിയേഴ്സിന്റെ 5th സെമ്മിൽ സീലിംഗ് കണ്ടിട്ടില്ല. ആണോ? സീലിംഗ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെരി ഗുഡ്. 6th കണ്ടിട്ടില്ല കേട്ടോ. 5th സീലിംഗ് കണ്ടിട്ടില്ല. ഇഫ് ദർ ഇസ് സീലിംഗ്, ഇറ്റ്സ് വെരി ഗുഡ്. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. സീലിംഗ് ഉണ്ടെങ്കിലും
എസ്സേക്ക് സീലിംഗ് ഉണ്ടായിരിക്കില്ല. സീലിംഗ് ഉണ്ടെങ്കിൽ സുഖമാണ്, നിങ്ങൾക്ക് എല്ലാം എഴുതാം, അറിയുന്ന പോയിന്റ്സ് എഴുതി വെച്ചാൽ അത് മൊത്തം നോക്കിയിട്ടാണ് മാർക്ക് ഇടാം. കൊറോണയുടെ സമയത്ത് വന്നതാണ് സീലിംഗ്. എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോഴുണ്ടോ, കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ദിവസം സീലിംഗ്. ഇപ്പത്തെ എനിക്കറിയില്ല, പക്ഷെ 5th സെമ്മിൽ സീലിംഗ് ഉണ്ടായിരുന്നില്ല. നിങ്ങളുടെ സൂപ്പർ സീനിയേഴ്സിന്റെ 5th സെമ്മിലും അതുപോലെ നിങ്ങളുടെ സീനിയേഴ്സിൻ്റെത് എനിക്ക് ഓർമ്മയില്ല. 3rd സെമ്മിന്റെ കേസ് എനിക്ക് ഓർമ്മയില്ല. 3rd സെമ്മിൽ ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. സീലിംഗ് ഉണ്ടായിരുന്നോ എന്നുള്ള ഓർമ്മയില്ല. MSc ഒക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. MSc ഒന്നും ഇപ്പൊ ഇല്ല, സീലിംഗ് സിസ്റ്റം കംപ്ലീറ്റ്ലി ഇല്ലാതായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ടൈം മാനേജ്മെന്റ് ആണ്. 2 മണിക്കൂറാണ് വരുന്നത്, 2 മണിക്കൂറാണ്. അപ്പോ ഈ ടൈം നിങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എസ്സേക്ക് 20 to 25 മിനിറ്റ്സ് കൃത്യമായിട്ട്, 20ൽ കുറഞ്ഞ എഴുതരുത്. അത്രയും സമയം എടുത്ത് വൃത്തിക്ക് എസ്സേ എഴുതാം. 20 മിനിറ്റ്സ്. ഇപ്പൊ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു 40 മിനിറ്റ്സ് നിങ്ങൾക്ക് എന്തിനെടുക്കാം? ഷോർട്ട് ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി എടുക്കാം. 35 to 48 ചെറിയ ക്വസ്റ്റ്യൻസ് ആണല്ലോ. ബാക്കി 1 മണിക്കൂർ to 1 hour and 5 minutes ഒക്കെ ഷോർട്ട് എസ്സേ. എപ്പോഴും പറ്റിപ്പോകുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ ഫസ്റ്റ് കാണാൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണല്ലോ. ചില ഷോർട്ട് ക്വസ്റ്റ്യൻ ഒരുപാട് എഴുതാനുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇവിടെ കോഗ്നിറ്റീവ് മാപ്പ്, REM സ്ലീപ്പിനെയൊക്കെ പറ്റിയിട്ട് 2 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്. REM സ്ലീപ്പിനൊക്കെ പറ്റി ഒരുപാട് അറിയുമെങ്കിൽ അങ്ങനെ അങ്ങ് എഴുതി പോയി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. കാരണം ഷോർട്ട് എസ്സേ എഴുതാൻ സമയം ഉണ്ടാവില്ല. ഷോർട്ട് എസ്സേക്കാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുക. ചില 5 ഷോർട്ട് എസ്സേ, 5 മാർക്കിന് 5 ഷോർട്ട് എസ്സേ എഴുതാണെങ്കിൽ 30 മാർക്ക് കിട്ടും. 25 മാർക്കാണ് അതിൽ വരുന്നത്. 5ൽ 6 അങ്ങാനുണ്ടാവും സീലിംഗ് ഇല്ലെങ്കിൽ. സോ അത്രയും മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്? ഷോർട്ട്. പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യം, ഷോർട്ട് ക്വസ്റ്റ്യൻ ഒത്തിരി നീട്ടി വലിച്ച് എഴുതി ഷോർട്ട് ആൻസർ എഴുതാനുള്ള സമയം ഉണ്ടായിരിക്കില്ല. അപ്പൊ എങ്ങനെയാണെന്ന് അറിയാലോ? ഒരു 20 മിനിറ്റ്സ് എന്തിനു വേണ്ടി മാറ്റിവെക്കുക? ഒരു എസ്സേ വൃത്തിക്ക് എഴുതാൻ വേണ്ടി മാറ്റിവെക്കുക. 30 to 35 മിനിറ്റ്സ് ഷോർട്ട് ക്വസ്റ്റ്യനും ബാക്കിയുള്ള സമയം ഷോർട്ട് ആൻസറിനും. ബാർകോഡ് സിസ്റ്റം ആണ്, ശ്രദ്ധിച്ച് പേപ്പർ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ നമ്പേഴ്സ്, നമുക്ക് എപ്പോഴും അബദ്ധം പറ്റിപ്പോകുന്നതാണ് ക്വസ്റ്റ്യൻ നമ്പർ. അവസാനം നിങ്ങൾ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ലെങ്കിലും ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ? നിങ്ങൾ സൈക്വസ്റ്റയുടെ ഏതെങ്കിലും ക്ലാസ് കണ്ടിട്ടുണ്ടോ? ക്ലാസ്സോ നോട്ട്സ്, എന്തായാലും നിങ്ങളടുത്തൊക്കെ പഴയ നോട്ട്സ് ഒക്കെ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ സൈക്വസ്റ്റയുടെ ഏതെങ്കിലും ക്ലാസ്, ഫ്രീ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തത്? നമ്മള് ഒത്തിരി പേര് ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്ലാസ്സിന്. ഞാൻ പിന്നെ നിങ്ങളുടെ ഒരു നിങ്ങളിലേക്ക്, നിങ്ങളുടെ ഏപ്രിലായിട്ട് എക്സാം എന്ന് കരുതിയിട്ട് നിങ്ങളിലേക്ക് ലിങ്ക് ഒക്കെ എത്താൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട്. ആസ്കിങ് സോറി ഫോർ ദാറ്റ്. അപ്പൊ ഈ പ്രാവശ്യം ഞാനൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടുണ്ട്. നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ മെമ്പർഷിപ്പ് സൈക്കോസ്റ്റയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കണം. സോ ഈ പ്രാവശ്യം ഫസ്റ്റ് ഇയറിൽ ഓൾമോസ്റ്റ് എക്സാം അടുക്കാറായി. സോ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സസ് അവൈലബിൾ ആക്കാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട്. സൈക്കോളജി, ഫിസിയോളജി ആൻഡ് സ്റ്റാറ്റി മൂന്നിന്റെയും കംപ്ലീറ്റ് ക്ലാസ്സസ്, കംപ്ലീറ്റ് നോട്ട്സ്. ഞാനൊരു കാര്യം പറയാണ്, നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ല, സൈക്കോളജിയുടെ ഒരു ABCD നിങ്ങൾക്ക് അറിയില്ല, അല്ലെങ്കിൽ എന്തോ കുറച്ചൊക്കെ അറിയാം, ഒട്ടും അറിയില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ചറിയാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതെങ്കിലും യു ക്യാൻ ജോയിൻ സൈക്വസ്റ്റ. കംപ്ലീറ്റ് ക്ലാസ്സസ്, മോഡ്യൂൾ വൈസ് ക്ലാസ്സസ് ആൻഡ് കംപ്ലീറ്റ് നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ സൈക്വസ്റ്റയുടെ മെമ്പർഷിപ്പ് ഫീ എന്ന് പറയുന്നത് വെറും 250 റുപ്പീസ് ആണ്. ഈ 250 റുപ്പീസിൽ ഈ ഫസ്റ്റ് ഇയറിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ്സസിൽ ഫീസിൽ ഡിസ്കൗണ്ട് ഉണ്ടാവുന്നതാണ്. അത് കൂടാതെ ഈ ഒരു ഫസ്റ്റ് ഇയറിന്റെ കംപ്ലീറ്റ് ക്ലാസ്സും നോട്ട്സും നമ്മൾ ആക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയോ? എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ലോഡായി വന്നു. എനിവേ ഞാനതിന് വെയിറ്റ് ചെയ്യുന്നില്ല ക്വസ്റ്റ്യൻ പേപ്പർ ലോഡ് ആവാന്. ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ 2022 നവംബറിലായിരുന്നു ഫസ്റ്റ് ഇയറിന്റെ നിങ്ങളുടെ സീനിയേഴ്സിന്റെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം വന്നിട്ടുള്ളത്. സോ അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
വേണ്ട, കുറച്ച് ക്വസ്റ്റ്യൻസേ പറയാനുള്ള ടൈമേ ഉള്ളൂ കേട്ടോ. നമുക്ക് എങ്ങനെ എഴുതണം എന്നുള്ള രീതിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫോറൻസിക് സൈക്കോളജി ആണ്. ഫോറൻസിക് സൈക്കോളജി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫോറൻസിക് സൈക്കോളജി വൺ ഓഫ് ദി ബ്രാഞ്ച് ഓഫ് സൈക്കോളജി. കണ്ടോ, അപ്പൊ ഇൻട്രൊഡക്ഷൻ കിട്ടി. വൺ ഓഫ് ദി ബ്രാഞ്ചസ്, ഫോറൻസിക് സൈക്കോളജി ഇസ് വൺ ഓഫ് ദി ബ്രാഞ്ച് ഓഫ് സൈക്കോളജി എന്ന് എഴുതി വെച്ച. അപ്പൊ കണ്ടോ, ഒരു പോയിന്റ് അവിടെ കിട്ടി. അപ്പൊ എന്തിനും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ നോട്ട്. 108 പേജസ് ഉള്ള ഒരു കംപ്ലീറ്റ് മെറ്റീരിയൽ ആണ് നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ. ബ്രാഞ്ചസ് ഓർ സ്കോപ്പ് ഓഫ് സൈക്കോളജിയിലാണ് ഫോറൻസിക് സൈക്കോളജി വരുന്നത്. നോക്കിക്കേ, ദ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് ലീഗൽ ഇഷ്യൂസ് ആൻഡ് സൈക്കോളജിക്കൽ വേരിയബിൾസ് ഇൻവോൾവ് ഇൻ ക്രിമിനൽ ബിഹേവിയർ. ഫോറൻസിക് സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ച് ആണ്. എന്ത് ബ്രാഞ്ചാണ്? ലീഗൽ ഇഷ്യൂസും ഒരു ക്രിമിനൽ ബിഹേവിയറിന്റെ സൈക്കോളജിക്കൽ വേരിയബിൾസ്. അതായത് ഈ ആള് ഒരു കൊലപാതകം ചെയ്തു, അതിന് കാരണം എന്താണ്, അതായത് ഈ ക്രിമിനൽ ബിഹേവിയറിന്റെ പിന്നിലുള്ള സൈക്കോളജിക്കൽ വേരിയബിൾ, അത് അയാളുടെ പാരന്റിക് കാരണമാണോ, അല്ലെങ്കിൽ അയാളുടെ ജനറ്റിക്സ് ആണോ, അല്ലെങ്കിൽ കയ്യബദ്ധം പറ്റിയതാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ലീഗൽ സിസ്റ്റത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന സൈക്കോളജിയുടെ ഒരു ബ്രാഞ്ചാണ് ഫോറൻസിക് സൈക്കോളജി. ഫോറൻസിക് സൈക്കോളജിയുടെ സബ് ബ്രാഞ്ച് ആണ് ക്രിമിനൽ സൈക്കോളജി എന്നൊക്കെ പറയുന്നത്. എക്സാമ്പിൾ, വാട്ട് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻ ക്രിമിനൽസ് ടെൻഡൻസീസ്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ക്രിമിനൽ ടെൻഡൻസി വരുന്നത്? ഹൗ ക്രിമിനൽസ് ബി റീഫോം? ക്രിമിനൽസിനെ എങ്ങനെ നമുക്ക് റിഫോം ചെയ്തെടുക്കാം? ഡിസൈഡിങ് വാട്ട് ക്രൈറ്റീരിയ ഇൻഡിക്കേറ്റ് ദാറ്റ് എ പേഴ്സൺ ഇസ് ലീഗലി ഇൻസെയിൻ? ലീഗലി ഇൻസെയിൻ ആണ്, ഇയാൾ കുറ്റവാളിയാണ് എന്ന് പറയാൻ എന്തൊക്കെ ക്രൈറ്റീരിയ ഉണ്ട്? മനഃപൂർവ്വം ചെയ്യുന്നതാണോ? അങ്ങനെയുള്ള കാര്യങ്ങളും ഫോറൻസിക് സൈക്കോളജി നോക്കുന്നുണ്ട്. ആൻഡ് വെദർ ലാർജർ ആൻഡ് സ്മോളർ ജൂറീസ് മേക്ക് ഫെയറർ ഡിസിഷൻ. ഫെയർ ഡിസിഷൻ എടുക്കാൻ ലാർജർ ഓർ സ്മോളർ ജൂറീസ് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അതായത് ലീഗൽ സിസ്റ്റത്തെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള സൈക്കോളജിയുടെ ബ്രാഞ്ചാണ്. അപ്പൊ നോക്കിക്കേ, 2 മാർക്സ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ എന്ത് എഴുതി വെക്കും? അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യാറ്, എനിക്ക് അത്യാവശ്യം മാർക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു കേട്ടോ സൈക്കോളജിക്ക്. ഞാൻ ചെയ്യാറുണ്ടായിരുന്നു വെച്ചാൽ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 2 അല്ലെങ്കിൽ 1 ഇട്ട് ഫോറൻസിക് സൈക്കോളജി എന്ന് എഴുതി ഒന്ന് അണ്ടർലൈൻ ചെയ്യും. ഞാൻ ചെയ്യുക പെൻസിലോണ്ടാണ്, അല്ലെങ്കിൽ സെയിം പെൻ, 2 കളർ പെൻ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ, സെയിം കളർ പെന്ന് തന്നെ യൂസ് ചെയ്യണം. അതുകൊണ്ട് അണ്ടർലൈൻ ചെയ്യും. എന്നിട്ട് ഫോറൻസിക് സൈക്കോളജി ഈസ് വൺ ഓഫ് ദി ബ്രാഞ്ച് ഓഫ് സൈക്കോളജി എന്ന് എഴുതിട്ട് എഴുതണം. ദ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ലീഗൽ ഇഷ്യൂസ് ആൻഡ് സൈക്കോളജിക്കൽ വേരിയബിൾസ് ഇൻവോൾവ് ഇൻ ക്രിമിനൽ ബിഹേവിയർ. ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ ഒരു ക്രിമിനൽ ബിഹേവിയറിൽ. ഇത് കൂടാണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല, എന്നാലും പറഞ്ഞുതരാം. ഇവിടെ ക്രിമിനൽസിന്റെ കൺസൾട്ടേഷൻ കാര്യങ്ങളൊക്കെയും ഫോറൻസിക് സൈക്കോളജിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫോറൻസിക് സൈക്കോളജി ഇസ് എ ബ്രാഞ്ച് ഓഫ് സൈക്കോളജി വിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ലീഗൽ ഇഷ്യൂസ് ആൻഡ് സൈക്കോളജിക്കൽ വേരിയബിൾസ് ഇൻവോൾവ് ഇൻ ക്രിമിനൽ ബിഹേവിയർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് ഇത്തിരിയേ ഉള്ളൂ അല്ലെ? പക്ഷെ എഴുതി വരുമ്പോൾ, നമ്മൾ പേപ്പറിലേക്ക് എഴുതി വരുമ്പോൾ ഇതൊരു 5 പോയിന്റ്സിന്റെ അത്രയും, അതായത് ഒരു ഹാഫ് സൈഡ് ഓഫ് യൂണിവേഴ്സിറ്റി പേപ്പർ ഉണ്ടാവും. എന്നിട്ട് ഒരു ആൻസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയിന്റ് ആക്കി എഴുതാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. വളരെ പോയിന്റ്സ് ആക്കി, നിങ്ങൾ വിചാരിക്കുക എസ്സേ പോലും പോയിന്റ് ആക്കി എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നോക്കുന്ന ടീച്ചേഴ്സിന് കുറച്ചുകൂടി എളുപ്പമാവും. അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളുടെ നെയിം, ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉണ്ടെങ്കിൽ അണ്ടർലൈൻ ചെയ്യാൻ എന്തായാലും ശ്രദ്ധിക്കാം. ഓക്കെ ആണോ? ഞാൻ ഫോറൻസിക് സൈക്കോളജി എന്താന്ന് പറഞ്ഞ ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന്? ഓക്കെ ആണോ? 2 മാർക്കിൽ എത്രയാ എഴുതേണ്ടത് എന്നുള്ളത്? മൊത്തം ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഞാൻ അതിൽ സെലക്ട് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ 8ാമത്തെ ക്വസ്റ്റ്യൻ REM സ്ലീപ്പ് ആണ്. അപ്പം REM സ്ലീപ്പ് ഇസ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. REM സ്ലീപ്പ് ഇസ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. സ്ലീപ്പിന് 5 സ്റ്റേജ് ഉണ്ട്. 5ാമത്തെ സ്റ്റേജ് ആണ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. കണ്ടോ, പോയിന്റ്സ് ഇങ്ങനെയാട്ടോ എഴുതേണ്ടത്, കാണിച്ചു തരാം. 2 മാർക്സിനാണ്, നീട്ടി വലിക്കരുത്, എന്നാൽ കാര്യങ്ങൾ കുറഞ്ഞു പോവുകയും ചെയ്യരുത്. ആ രീതിക്ക് വേണം എഴുതാൻ.
സിർക്കാഡിയൻ റിതം പറഞ്ഞിട്ട് പോവാട്ടോ. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ സിർക്കാഡിയൻ റിതം ആയിരുന്നു കേട്ടോ. അപ്പൊ സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നത് 24 hours ബയോളജിക്കൽ ക്ലോക്കിനെയാണ് നമ്മൾ സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. അപ്പോ ബയോളജിക്കൽ റിതത്തിന്റെ 24 hours ആണ് സിർക്കാഡിയൻ റിതം. ഓക്കെ, അപ്പോ ബയോളജിക്കൽ റിതം ആർ പീരിയോഡിക് ഫ്ലക്ച്വേഷൻ ഇൻ സൈക്കോളജിക്കൽ ഫങ്ഷനിങ്. ഇവിടെ ആദ്യം സിർക്കാഡിയൻ റിതം 2 മാർക്കിന് വന്നാൽ ബയോളജിക്കൽ റിതം എന്താണെന്ന് എഴുതിയിട്ട് വേണം സിർക്കാഡിയൻ. ഇങ്ങനെയാട്ടോ ഇൻട്രൊഡക്ഷൻ എഴുതാം. അപ്പൊ ബയോളജിക്കൽ റിതം എന്താണ്? പീരിയോഡിക് ഫ്ലക്ച്വേഷൻ, നമ്മുടെ ഫിസിയോളജിക്കൽ ഫങ്ഷനിങ്ങിലുള്ള പീരിയോഡിക് ഫ്ലക്ച്വേഷൻ. ചൂടിനനുസരിച്ച് നമ്മുടെ ശരീരം പാകമാവുന്നുണ്ട്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാവുക എപ്പോഴാണ്? ഈ സ്നോഫോൾ ഒക്കെ ഉള്ള കൺട്രീസിലാണ് ഈ ബയോളജിക്കൽ മനസ്സിലാവുക. അവർക്ക് ആ ഹെവി റെയിൻഫോൾ സ്നോഫോൾ ഉള്ള സമയത്ത് അവരുടെ ബോഡി അതിനനുസരിച്ച് പാകമാവും, സമ്മറിനനുസരിച്ച് പാകമാവും. ഇങ്ങനെ ഒരു പീരിയോഡിക് ഫ്ലക്ച്വേഷൻ നമ്മളെ ബോഡിക്ക് നടക്കുന്നുണ്ട്. അതിനെയാണ് ബയോളജിക്കൽ റിതം എന്ന് പറയുന്നത്. ഈ ബയോളജിക്കൽ റിതത്തിന്റെ 24 hours-നെയാണ് നമ്മൾ സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. സിർക്കാഡിയൻ റിതം ഇസ് എ ബയോളജിക്കൽ റിതം ദാറ്റ് ടേക്ക് പ്ലേസ് ഓവർ എ പീരീഡ് ഓഫ് about 24 hours. കണ്ടോ, പീരിയോഡിക് ഫ്ലക്ച്വേഷൻ ഓഫ് ഫിസിയോളജിക്കൽ എന്താണ്? ബയോളജിക്കൽ റിതം. ഈ ബയോളജിക്കൽ റിതത്തിന്റെ 24 hours. അപ്പൊ നിങ്ങൾ ഇത് 24 hours നിങ്ങൾ ഏകദേശം ഒരേ സമയത്ത് തന്നെയല്ലേ ഡെയിലി രാവിലെ എണീക്കുന്നത്? ഒരു 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും എന്നല്ലാതെ ഒരേ സമയത്തല്ലേ എണീക്കുന്നത്? ഒന്ന് പറഞ്ഞേ, അല്ലേ? ഒരേ സമയത്തല്ലേ? അല്ലേ? ഇന്ററാക്ട് ചെയ്യുക. അതെ, ഉറങ്ങുന്നതും ഏകദേശം ഒരേ സമയത്താണ്. ഈവൻ ചില ആൾക്കാർ ഏകദേശം ഒരേ സമയത്ത് തന്നെ ടോയ്ലറ്റിൽ പോലും പോകുന്നത്, വിശക്കുന്നത്, ഇതൊക്കെ നമുക്കൊരു കണക്കുണ്ടാവും. ഇപ്പൊ കോളേജിൽ സ്ഥിരമായിട്ട് പോകുന്നതാണെങ്കിൽ കോളേജിൽ 1:30 ആണ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സമയം. വീട്ടിലിരിക്കുമ്പോൾ 1:30 ആകുമ്പോൾ നമുക്ക് വിശക്കും. ദിസ് ഇസ് ബയോളജിക്കൽ റിതം. circadian rhythm. Circadian rhythm are 24 hours biological cycles found in human and in many other species. നമ്മളെ വീട്ടിൽ പെറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഏകദേശം circadian rhythm ഉണ്ടാവും. 24 hours biological cycle found in human and many other species. Our sleep wake cycle, ഉണരുന്നേയും ഉറങ്ങുന്നേയും സമയം, which is linked to our environment's natural ലൈറ്റ് ഡാർക്ക് സൈക്കിൾ. ലൈറ്റ് ഡാർക്കിന് അനുസരിച്ചിട്ടാണ് നമ്മളെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ വരുന്നത്. ഇറ്റ് പെർഹാപ്സ് ദ മോസ്റ്റ് ഒബ്വിയസ് എക്സാമ്പിൾ ഓഫ് സിർക്കാഡിയൻ റിതം. കേട്ടോ, സിർക്കാഡിയൻ റിതത്തിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ സ്ലീപ്പ് വേക്ക് സൈക്കിൾ ആണ്. നമ്മുടെ ലൈറ്റും ഡാർക്കിനനുസരിച്ച് നമ്മൾ ഏകദേശം ഒരേ സമയമായിട്ട് ഡെയിലി ഉറങ്ങുന്നതും എണീക്കുന്നു. 5-10 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒത്തിരി വ്യത്യാസം വരത്തില്ല. But we also have daily fluctuation in heart rate, blood pressure, blood sugar and body temperature. നമ്മുടെ ബോഡി ഹീറ്റ് ആവുന്ന ഒരേ സമയത്തായിരിക്കും. ബ്ലഡ് പ്രഷർ കൂടുന്നത് ഡെയിലി അതൊരു ഫ്ലക്ച്വേഷനിലാണ് ഇങ്ങനെ പോവാം. 24 hours. ഇനി 24 hours-ന്റെ ബോഡിക്ക് വരുന്ന ആ സെയിം ഡെയിലി വരുന്ന ഫ്ലക്ച്വേഷനെയാണ് നമ്മൾ സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. അപ്പൊ 2 മാർക്സ് നോക്കിക്കേ. ആദ്യം ബയോളജിക്കൽ റിതം എന്താണെന്ന് എഴുതാ. ഈ ബയോളജിക്കൽ റിതത്തിന്റെ 24 hours ആണ് സിർക്കാഡിയൻ റിതം എന്ന് എഴുതാ. അത് ഹ്യൂമൻസിലും അതർ സ്പീഷീസിലും കണ്ടുവരുന്നതെന്ന് എഴുതാ. ഏറ്റവും നല്ല എക്സാമ്പിൾ ആയിട്ടുള്ള സ്ലീപ്പ് വേക്ക് സൈക്കിളും പറയാം. സ്ലീപ്പ് വേക്ക് സൈക്കിൾ മാത്രമല്ല, ഡെയിലി ഫ്ലക്ച്വേഷൻ ഇൻ ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, ബ്ലഡ് ഷുഗർ ഒക്കെ വരുന്നുണ്ടെന്നും കൂടി മെൻഷൻ ചെയ്യാം. 2 മാർക്സ് ഷുവർ ആണ്. ഓക്കെ ആണോ? സിർക്കാഡിയൻ റിതം മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണം കേട്ടോ. ഈ ബയോളജിക്കൽ റിതവും സിർക്കാഡിയൻ റിതവും 5 മാർക്കിൽ വരികയാണെങ്കിൽ കുറച്ചുകൂടെ എഴുതണം. ബയോളജിക്കൽ റിതം കംപ്ലീറ്റ്ലി എഴുതണം, സിർക്കാഡിയൻ റിതം എഴുതണം. ഓൾസോ റോൾ ഓഫ് സിർക്കാഡിയൻ റിതം കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. ഇതാണ് ഒരു എന്താ പറയാ പിക്ചർ ഇല്ലുസ്ട്രേഷൻ ഓഫ് സിർക്കാഡിയൻ റിതം സൈക്കിൾ. ഈവൻ മെൻസ്ട്രേഷനും ഒക്കെ, മെൻസ്ട്രേഷൻ വരുന്നത് ശരിക്കും ബയോളജിക്കൽ റിതത്തിലാണ് കേട്ടോ. 24 hours ആണ് സിർക്കാഡിയൻ റിതം വരുന്നത്. മെൻസ്ട്രേഷൻ വരുന്നത്, മെൻസ്ട്രൽ സൈക്കിൾ ഇല്ലേ, അത് വരുന്നത് ബയോളജിക്കൽ റിതത്തിലാണ് കേട്ടോ. ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി നോക്കിക്കേ, 8ാമത്തെ ക്വസ്റ്റ്യൻ സ്ലീപ്പ് സൈക്കിൾ ആണ് ചോദിച്ചിട്ടുള്ളത്.
Sleep is a process which is important physiological change and slowing of basic bodily functions and accompanied by major shift in consciousness. അപ്പൊ ആദ്യം സ്ലീപ്പ് സൈക്കിളില് സ്ലീപ്പ് എന്താ അല്ല REM സ്ലീപ്പ് ആണ്. ഇത് സ്ലീപ്പിലെ ഏത് സ്റ്റേജ് ചോദിച്ചാലും സ്ലീപ്പ് സൈക്കിൾ ഒക്കെ ചോദിച്ചാലും സ്ലീപ്പ് എന്താണെന്ന് എഴുതണം. സ്ലീപ്പ് എന്താണ്? ഒരു ഇമ്പോർട്ടന്റ് ഫിസിയോളജിക്കൽ ചേഞ്ച് ആണ്. നമ്മളെ ബോഡിലി ഫങ്ഷൻസ് ഒക്കെ ചേഞ്ച് ആയി കോൺഷ്യസ്നെസ്സിൽ വ്യത്യാസം വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെത്ത് പോലെ തന്നെയാണ്. നമ്മളെ ബ്രെയിൻ ഒക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. During sleep, people cycle through a series of 5 stages. First 1 to 4 stage non-REM sleep stage ആണ്. അതിൽ തന്നെ സ്റ്റേജ് 1ഉം 2ഉം ലൈറ്റ് സ്ലീപ്പും സ്റ്റേജ് 3ഉം 4ഉം ഡീപ്പ് സ്ലീപ്പും സ്റ്റേജ് 5 ആണ് എന്ത് REM അല്ലെങ്കിൽ റാപ്പിഡ് ഐ മൊമെന്റ് സ്ലീപ്പ് അല്ലെങ്കിൽ പാരാഡോക്സിക്കൽ സ്ലീപ്പ് എന്നും പറയും. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ പാരാഡോക്സിക്കൽ സ്ലീപ്പ് എന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ REM സ്ലീപ്പിൽ തന്നെയാണ് പാരാഡോക്സിക്കൽ സ്ലീപ്പ്. അതായത് നമ്മൾ എണീറ്റോ എന്ന് ചോദിച്ചാൽ എണീറ്റോ, എന്നാൽ എണീറ്റിട്ടുണ്ടാവില്ല. വലിയൊരു പ്രത്യേകത REM സ്ലീപ്പിലേത് മെജോറിറ്റി ഓഫ് ദി വിവിഡ് ഡ്രീംസ് ഒക്കർ ചെയ്യുന്നത്, അതായത് ഓർത്ത് വെക്കാൻ പാകത്തിലുള്ള നല്ല വിവിഡ് ആയിട്ടുള്ള ഡ്രീംസ് ഒക്കർ ചെയ്യുന്നത് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിലാണ്. സ്റ്റേജ് 1 സ്റ്റേജ് 2 ഒന്നും പറയുന്നില്ല, നമുക്ക് റാപ്പിഡ് ഐ മൂവ്മെന്റ് ആണ് വേണ്ടത് കേട്ടോ. അപ്പൊ സ്ലീപ്പ് എന്താണെന്ന് ഇത് 5 സ്റ്റേജും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ഇനി the REM stage is marked by irregular breathing and pulse rate. ഈ എണീക്കാൻ നേരത്ത് irregular breathing ഉം pulse rate ഉം ആയിരിക്കും. മസിൽ ടോൺ is extremely relaxed ആയിരിക്കും. മസിൽ ടോൺ ഒക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും. so much so that body is paralyzed ആണ്. നമ്മൾ എണീറ്റോന്ന് വെച്ചാൽ എണീച്ച പക്ഷെ ബോഡി പൊതുവില്ല, ബോഡി ഒരു പാരലൈസ്ഡ് ആയിട്ട് പോലെ കിടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ REM സ്ലീപ്പ് എന്ന് പറയുന്നത്. Although REM is relatively deep stage of sleep, deep stage തന്നെയാണ്, കാരണം 5th സ്റ്റേജ് ആണല്ലോ. EEG activities dominated. ഇവിടെ ഡീപ്പ് സ്ലീപ്പ് ആണെങ്കിലും ശ്രദ്ധിക്കണേ, REM ഡീപ്പ് സ്ലീപ്പ് ആണ്, ബോഡി പാരലൈസ് ആയ പോലെ ആണെങ്കിൽ പോലും EEG വേവ് എടുത്ത ബീറ്റ വേവ്സ് ഉണർന്നിരിക്കുന്ന പോലത്തെ വേവ്സ് ആണ് വരിക. നോക്കിക്കേ, EEG activity is dominated by high frequency beta waves that resemble those observed when people are alert and awake. കണ്ടോ, അലേർട്ട് ആയിട്ട് അവേക്ക് ആയിട്ട് ഇരിക്കുമ്പോഴുള്ള അതേ വേവ്സ് ആണ് എവിടെ കാണുന്നത്? REM സ്ലീപ്പില് കാണുന്നത്. REM sleep occurs in episodes that occupy about 25% of the sleep time in young adults. കണ്ടോ, യങ് അഡൾട്ട്സിൽ ഒരു മൊത്തം ഉറക്കത്തിന് 25% REM സ്ലീപ്പ് ആയിരിക്കും. ഈച്ച് എപ്പിസോഡ് നോർമലി റിക്കർ അബൌട്ട് എവറി 90 മിനിറ്റ്സ്. ഓരോ 90 മിനിറ്റ്സിലും ഒരു REMന്റെ എപ്പിസോഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ REMൽ എഴുതിയിരിക്കേണ്ടത് REMലാണ് ഡ്രീം ഒക്കർ ചെയ്യുക എന്നുള്ള കാര്യമാണ് കേട്ടോ. Heart rate and respiratory rate usually become irregular, which is characteristics of dream state. കണ്ടോ, ഹാർട്ട് റേറ്റും റെസ്പിറേറ്ററി റേറ്റും എന്താണ്? ഇറഗുലർ ആവും. അതൊരു ഡ്രീം സ്റ്റേറ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ ഏറ്റവും കൂടുതൽ വിവിഡ് ആയിട്ടുള്ള ഡ്രീം ഒക്കർ ചെയ്യുന്നതും REM സ്ലീപ്പിലാണ്. അപ്പൊ എന്തൊക്കെയാണ് REM സ്ലീപ്പിൽ വരുന്നത്? ഇറഗുലർ ബ്രീത്തിങ് ആൻഡ് പൾസ് റേറ്റ് ആയിരിക്കും. മസിൽ ടോൾ റിലാക്സ്ഡ് ആണ്. ബോഡി പാരലൈസ് ആയ പോലെയാണ് ഉണ്ടാവുക. EEG ബോഡി ഒക്കെ പാരലൈസ് ആവുകയാണെങ്കിലും EEG എടുത്തു നോക്കിയാൽ ബീറ്റ വേവ്സ് ആണ് കാണപ്പെടാ. ബീറ്റ വേവ്സ് വേക്ക് ഓക്കെ, ബോഡി പാരലൈസ് ആണ്, നല്ല ഡീപ് സ്ലീപ്പ് ആണ്, പക്ഷെ ബ്രെയിൻ വേവ്സ് ഏതാണ്? ഉണർന്നിരിക്കുന്ന പോലെ. എന്തുകൊണ്ടാ? ബിക്കോസ് വിവിഡ് ഡ്രീംസ് ഹാപ്പൻ ഇൻ REM സ്ലീപ്പ്. NREM സ്ലീപ്പിലും ഡ്രീം ഉണ്ടായിരിക്കും. ഈ പിന്നെ നൈറ്റ് മേഴ്സ്, ദുസ്വപ്നം, അതൊക്കെ കാണാൻ NREM-ലാണ്. പക്ഷെ അത് നമുക്ക് ഓർത്തെടുക്കാനോ വിവിഡോ ആയിരിക്കില്ല. ഓർത്തെടുക്കാൻ പറ്റുന്ന വിവിഡ് ആയിട്ടുള്ള സ്ലീപ്പ് ഡ്രീം വരുന്നത് റാപ്പിഡ് ഐ മൊമെന്റ് സ്ലീപ്പ് സ്റ്റേജ് 5 സ്ലീപ്പിലാണ്. ഓക്കെ ആണോ? അപ്പൊ ജസ്റ്റ് സ്ലീപ്പ് എന്താണെന്ന് 5 സ്റ്റേജസ് പറയാം, അതിന്റെ കാര്യം എഴുതിയിരിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ 5 മാർക്കിന് വന്നിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ കേട്ടോ, 5 മാർക്കിന് വന്നിട്ടുള്ളത്. എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് സ്ലീപ്പ്. എക്സ്പ്ലെയിൻ ദ സ്റ്റേജസ് ഓഫ് സ്ലീപ്പില് കണ്ടോ, ആദ്യം സ്ലീപ്പ് ആൻഡ് വേക്കിംഗ് സൈക്കിൾ. സ്ലീപ്പ് എന്താണെന്ന് പറയണം. 5 മാർക്കിനാണ് സ്ലീപ്പ് എന്താണെന്ന് പറയണം. അതുപോലെ സ്ലീപ്പ് സൈക്കിൾ എന്താണെന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യണം. അതിനുശേഷം 5 സ്റ്റേജസും എഴുതി വെക്കണം. അതായത് ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു 5-6 പോയിന്റ്സ് ഇൻട്രൊഡക്ഷൻ, 1.5 സൈഡ് എഴുതണല്ലോ. പിന്നെ 5 സ്റ്റേജസും 5 സ്റ്റേജസിലും എഴുതേണ്ട മെയിൻ കാര്യങ്ങൾ
സിസ്റ്റത്തിൽ എത്ര നേരം നീണ്ടു നിൽക്കും, ഏത് വേവ് ആണ് പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. നിർബന്ധമായിട്ട് എഴുതുകയും വേണം, അണ്ടർലൈൻ ചെയ്യുകയും വേണം. ഓരോ സ്റ്റേജ് സ്ലീപ്പിലും ഏത് വേവ് ആണ്. കണ്ടോ, സ്റ്റേജ് 1 നോക്കിക്കേ, ഓരോ സ്റ്റേജിലും ഒരു 3 പോയിന്റ്സ് വെച്ച് മതി. ഇറ്റ് ഇസ് എ ബ്രീഫ് ട്രാൻസിഷണൽ സ്റ്റേജ് ഓഫ് ലൈറ്റ് സ്ലീപ്പ് ദാറ്റ് യൂഷ്വലി ലാസ്റ്റ് ഓൺലി എ ഫ്യൂ മിനിറ്റ്സ്. 1 മുതൽ 7 മിനിറ്റ് മാത്രം വരെ നീണ്ടു നിൽക്കുന്ന ലൈറ്റ് സ്ലീപ്പാണ് സ്റ്റേജ് 1. ബ്രീത്തിങ് ആൻഡ് ഹാർട്ട് റേറ്റ് സ്ലോ ഡൗൺ ആസ് മസിൽ ടെൻഷൻ ആൻഡ് ബോഡി ടെമ്പറേച്ചർ ഡിക്ലൈൻ. മസിൽ ടെൻഷനും ബോഡി ടെമ്പറേച്ചറും ഒക്കെ ഡിക്ലൈൻ ചെയ്യുന്നതിനെ കൊണ്ട് ഹാർട്ട് റേറ്റും ഒക്കെ സ്ലോ ഡൗൺ ആവും, ബ്രീത്തിങ് ഒക്കെ സ്ലോ ഡൗൺ ആവും. ആൽഫ വേവ്സ് ആണ് പ്രോബബ്ലി ഡോമിനേറ്റഡ് EEG. ഈ 3 പോയിന്റ്സ് ആണ് എഴുതി വെക്കേണ്ടത്. അതുപോലെ സ്റ്റേജ് 2 എത്ര ടൈം ഉണ്ടാവും, 10 to 25 മിനിറ്റ്സ്. ഈ സ്റ്റേജ് 2ന്റെ പ്രത്യേകതയാണ് സ്ലീപ്പ് സ്പിൻഡിൽസ് ഉണ്ടാവുന്ന സമയം കൂടിയാണ് സ്റ്റേജ് 2 എന്ന് പറയുന്നത്. സ്ലോ വേവ് സ്ലീപ്പാണ്. അപ്പൊ സ്ലീപ്പ് സ്പിൻഡിൽ എന്താക്കുക, അണ്ടർലൈൻ ചെയ്യുക. അതുപോലെ 10 to 25 മിനിറ്റ്സ് ഒക്കെ അണ്ടർലൈൻ ചെയ്യുക. സ്റ്റേജ് 3 ഫോറിലും ഡെൽറ്റ വേവ്സ് ആണ് ഉണ്ടാവുക. സോ ഡെൽറ്റ വേവ്സ് 30 മിനിറ്റ് ആണ്, ഡീപ്പ് സ്ലീപ്പ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ആൻഡ് റാപ്പിഡ് ഐ മൂവ്മെന്റിന്റെ കാര്യങ്ങളും എഴുതി വെക്കുക. അപ്പം ഈ 5 സ്റ്റേജിനെ പറ്റിയിട്ടും എഴുതണം, ഒരു നല്ല ഇൻട്രൊഡക്ഷനും വേണം. അപ്പൊ നോക്കിക്കേ, ഈ 5 മാറ്റി കുറുക്കി എഴുതണം. അതായത് ഈ 5 സ്റ്റേജിലും ഇപ്പോ നിങ്ങൾ 4 സ്റ്റേജ് വൃത്തിക്ക് എഴുതി 6 എഴുതിയിട്ടില്ല, മാർക്ക് കിട്ടില്ല ഫുള്ളും. മെയിൻ ടാക്ടിക്സ് എന്താ, ഈ 5 സ്റ്റേജസും ഉൾക്കൊള്ളിക്കുക വിത്ത് എ ഗുഡ് ഇൻട്രൊഡക്ഷൻ. 5 മാർക്സ് വിൽ ബി എന്താ പറയുക, ഷോ ഫോർ യു. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോന്ന്. ഓക്കെ ആണോ? നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇവിടെ വെച്ച് ഞാൻ നിർത്തുന്നില്ല കേട്ടോ. നാളെയും കൂടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, സൈക്കോളജി തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കാം അല്ലെ? നാളെയും കൂടെ വെച്ചൂടെ നമുക്ക്? കുറച്ചുകൂടി എല്ലാവരും ഒന്ന് അഭിപ്രായം പറഞ്ഞേ. മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്? എഴുതുന്ന എങ്ങനെയാന്നുള്ളത് മനസ്സിലാവണം. ഷോർട്ട് എസ്സേയും കുറച്ചുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇനി ഒട്ടും ഒന്നും അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ, വെറും 250 റുപ്പീസിന്റെ സൈക്കോസ്റ്റയുടെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ സൈക്കോളജിയും ഫിസിയോളജിയും സ്റ്റാറ്റിയും സൈക്കോസ്റ്റ ആപ്പിൽ കംപ്ലീറ്റ്, ശരിക്കും അതിന്റെ ഫീ എന്ന് പറയുന്നത് 1200 ആണ്. പെർ സബ്ജക്ട് 500 ആണ് നമ്മൾ മേടിക്കുക ഒരു സെമസ്റ്ററിൽ. ആദ്യം ജോയിൻ ചെയ്ത കുട്ടികൾക്ക് 1200, മെമ്പർഷിപ്പ് ഉള്ളവർക്ക് 3 സബ്ജക്റ്റിനും കൂടി 1200 ആണ്. ഇപ്പൊ സെക്കൻഡ് സെമ്മൊക്കെ മുതൽ നിങ്ങൾക്ക് ഫസ്റ്റ് ജോയിൻ ചെയ്യാം. നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആക്കും, കണ്ടും കേട്ടും ഒക്കെ പഠിക്കാം. അപ്പോ നാളത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഇൻഫോം ചെയ്യുക. എല്ലാവർക്കും ഇപ്പം എങ്ങനെയാണ് ഒരു എക്സാം എഴുതേണ്ടത് എന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ ഞാൻ ഒന്ന് ആരെങ്കിലും ഒക്കെ അൺമ്യൂട്ട് ചെയ്ത് പറയോ? ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായോ, എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ആ ഒരു യൂണിവേഴ്സിറ്റി എക്സാം നിങ്ങൾ +2 വരെ പഠിച്ചു, അതുവരെ സ്കൂളിംഗ് ആയിരുന്നു, ഇപ്പൊ നിങ്ങൾ ഒരു കോളേജിലെത്തി, ഒരു ഏകദേശം ഐഡിയ, ഒരു ഔട്ട്ലൈൻ കിട്ടിയോ? യെസ് മിസ്. ഓക്കെ, അപ്പോ നിങ്ങൾ ദയവ് ചെയ്ത് എല്ലാവരും ലിങ്ക്സ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നാളെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ സൈക്കോസ്റ്റയുടെ സൈക്കോളജി ഫിസിയോളജി സ്റ്റാറ്റി ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എന്റെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ്, വെരി ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ ഇറ്റ്സ് മീ ആഫ അബ്ദുൽ നാഫി സൈനിങ് ഓഫ്. Bye-bye and take care. Class is set. Thank you. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ കുറച്ച് ഫ്രീ ക്ലാസ്സസ് ഒക്കെ ആഡ് ചെയ്ത് തരാം കേട്ടോ.